വിശ്വാസം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ആ അഖീദ എന്താ? ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒരാളെ കുറിച്ചും ഒരിക്കലും അയാൾ കാഫിറാണെന്ന് തഅയീൻ ചെയ്ത് പറയുന്ന പ്രശ്നമില്ല. ഒരാളെ ചൂണ്ടിട്ട് അയാൾ കാഫിർ, ഈ പള്ളിയിലെ ഉസ്താദ് കാഫിർ, ഇയാള് കാഫിർ പറയാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമ. വ്യക്തമായൊരു കുഫറിന്റെ വാക്ക് ചെവി കൊണ്ട് കേട്ട് തന്നെ വിചാരിക്കുക, നമ്മുടെ കാതുകൊണ്ട് കേട്ട്, എന്നാ പോലും അയാളുടെ കാര്യത്തിൽ തഅയീൻ ചെയ്ത് പറയാൻ പാടില്ല എന്നാ പണ്ഡിത ലോകം അത് വിശദീകരിക്കുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ വെച്ച കാരണം ഇതൊക്കെ പഠിച്ചവരാ ഞങ്ങൾ മുജാഹിദുകൾ. അതുകൊണ്ട് അയാള് കാഫിർ, ഇയാള് കാഫിർ, നബവി ഇമാം കാഫിർ, അഹ്മദ് ബിൻ ഹംബൽ കാഫിർ, അയാൾ മുശ്രിക്ക് എന്ന് പറയില്ല. സാധാരണ ഹദീസ് ബലഹീനമാണ്, തർക്കല്ല. അവിടെ നിർത്തിയാ പോരെ? 971 അവിടെ നിർത്തിയാ പോരാ. കാരണം സഹീഹാണ് എന്ന് സങ്കല്പിച്ച് അമൽ ചെയ്ത മഹാന്മാരുണ്ട്. അപ്പൊ സമസ്തക്കാർ വീണ്ടും ചോദിക്കും, ശരി മൗലവി ഹദീസ് ദഈഫാണ് നിങ്ങൾ. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ സഹീഹാണെന്ന് കണ്ട അമൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ മുശ്രിക്ക എന്ന് ഹനീഫ്ക പറഞ്ഞ പോലെ പറയാൻ കഴിയില്ല. കാരണം മത്സരമുണ്ട്. അതാണ്, അങ്ങനെ പറയാൻ കഴിയില്ല. മൂവാറ്റുപുഴ സംവാദത്തിൽ ഈ തൗഹീദ് 2012 അഹ്സനികളുടെ മുമ്പിൽ പോയി. അവർ ചോദിച്ചു, ഇമാം നബവി മുശ്രിക്കാണോ? ഞങ്ങൾക്ക് മുശ്രിക്കാക്കുന്ന പണിയല്ല, പക്ഷെ ശിർക്ക് ചെയ്താലും ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ് വ്യക്തമായി ഇമാം നബവി ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇമാം ഷൗക്കാനിയെ പറ്റി ചോദിച്ചു, തുഹ്ഫത്തുൽ ദാഖിലിലെ വാചകം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് പോലും ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ആകെപ്പാടപ്പോ തൗഹീദ് തിരിഞ്ഞത് ഈ മൂന്നാൾക്കാർ, ഹനീഫക്കും അനസിനും അബ്ദുറഹ്മാൻ സലഫിക്കും. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഈ ചപ്പടാ ചിപ്പ ചപ്പുന്നോലാരാ? ഒന്ന് നിച്ചോ പ്രൂത്തിന്റെ ഡയറക്ടർ, 2 EK ബന്നൂര്, 3 അനസ്. നിങ്ങൾ ആലോചിക്കണം, എന്ത് ചെയ്താലും അത് അഭൗതികമല്ല, അതാ സത്യം. എന്നിട്ട് പറയുന്നത് എന്താണ്? എത്ര കാലമായി മുജാഹിദ് പുസ്തകന്റെ പണ്ഡിതന്മാരുടെ 3 പുസ്തകം ഉദ്ധരിക്കുകയാണ്. എത്ര കാലമായി ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിഴച്ചവനാണ് EK ബന്നൂര് പറയുന്നത്. ഇപ്പോ മരിച്ചുപോയ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബും KP മുഹമ്മദ് മൗലവിയും KF മൗലവിയും പിഴച്ചവരാണ് എന്ന് പറയുന്നത്. ഭൗതികം തിരിയാത്തവരാന്ന് പറയുന്നത്. ജനങ്ങളെ, ഈ അപകടകാരികളെ നിങ്ങൾ തിരിച്ചറിയണം. ജിന്നിന്റെ ഉപദ്രവം അഭൗതികമാണ്. അപ്പൊ ജിന്ന് ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കായി. എന്താ അപകടം നിങ്ങൾക്ക് മനസ്സിലായോ? നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചതിൽ നിന്ന് വമ്പിച്ച പിഴവിലാണ് ഈ ആളുകൾ. വിചിന്തനത്തിന്റെ ഡയറക്ടർ പോലും വമ്പിച്ച പിഴവ് എന്ന് പറഞ്ഞാൽ ആഴമേറിയ പിഴവിലാണ്. ഇനി ജൂത നസറാണികൾക്കൊരു തന്ത്രണ്ട്. അതെന്താ? പരസ്പരം കാഫിറാക്കണ പരിപാടി. അതും ഇവരിൽ പുലർന്നിരിക്കുകയാണ്. എന്താണ് ഈ ജൂത നസാറാക്കളുടെ ഒരു പരിപാടി? ഖുർആൻ അവരെ സംബന്ധിച്ചു പറയുന്നുണ്ട്, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈഇൻ വഖാലത്തിൻ നസാറാ ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ വഹും യത്ലൂനൽ കിതാബ്. എന്താ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്? എന്താണ് യഹൂദി നസ്രാനികളുടെ പാരമ്പര്യം? എന്താണ്? യഹൂദികൾ പറയും ക്രിസ്ത്യാനികൾ ഒന്നിന്മേലുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഒന്നിലുമല്ല, അവരുടെ ആദർശം ശരിയല്ല, അവരുടെ ആദർശം പഴച്ചതാണ്, അവർ കാഫിറുകളാണ് എന്ന് യഹൂദികൾ പറയും. നസറാനികൾ എന്ത് പറയും? യഹൂദി കാഫിറാണ് എന്ന് നസറാനിയും പറയും. ഇവരൊക്കെ വേദഗ്രന്ഥം ഓതുന്നവരുമാണ്. പരസ്പരം കാഫിറാക്കുന്ന പരിപാടി അത് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഉണ്ടെന്ന് ആ യഹൂദി നസറാനികളുടെ പാരമ്പര്യം മുസ്ലിയാരെ നിങ്ങളുടെ കക്ഷിയിൽ ഉണ്ടെന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ജിന്നിനോട് സംഭാഷണം നടത്തുന്നത്, ജിന്ന് ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അത് സാഹിറിന്റെ അരികിൽ പോകുന്നതിന് സമമാണ് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നിനോട് ചോദിച്ച മറ്റു ചില ആളുകൾ, ചോദിക്കാമെന്ന് പറഞ്ഞവർ, ചോദിക്കുന്നവരുടെ അരികിലേക്ക് അയച്ചവർ, അവരൊക്കെ കാഫിറുകളായില്ലേ, ഖുർആനിൽ അവിശ്വസിച്ചവരായില്ലേ എന്ന് ചോദിക്കുന്ന അലിയോട്, കരിമ്പിളാക്കലിനോട്, അതേപോലെയുള്ള ആളുകളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണിലെ കോലെടുത്തിട്ട് പോലെ മുജാഹിദുകളുടെ കണ്ണിലെ ചെറിയൊരു തുരുമ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ? അവിടെ മൊത്തം കാഫിറുകൾ
ആളുകളാ എല്ലാവരും. ഞാനല്ല പറയുന്നത്. കോയക്കുട്ടി ഫാറൂഖിയുടെ അഭിപ്രായത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് വടവൂരികളുടെ കൂട്ടത്തിൽ? കാരണം കോയക്കുട്ടി ഫാറൂഖിയും സലാം സുലമിയും പറയുന്നത് ഇന്നമന്നസിയാദത്തും ഫിൽ കുഫർ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പെരുന്നാളാക്കുന്ന അന്ന് പെരുന്നാളാക്കാത്തതൊക്കെ കുഫറാണെന്ന്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ശരിക്കും മുശ്രിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ വെറും വായാടിത്തം കൊണ്ട് എന്റെ മേൽ ശിർക്ക് ആരോപിച്ചു. അബ്ദുറഹ്മാൻ സലഫിക്കും അനസിനും അനീഫക്കുമൊക്കെ അതൊക്കെ ആവാം. അവരൊക്കെ അങ്ങനെയാണ് വളർന്നതും അവരെ കഴിഞ്ഞ കാലം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. പക്ഷെ ബഹുമാന്യനായ AP 50 വയസ്സ് തികയുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ളൊരു ശിർക്കാരോപണത്തിന് തലകുലുക്കി സമ്മതിച്ചിരുന്നു കൊടുത്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള ഒരു സംഗതിയാണ്. ശിർക്കാരോപണത്തിന്റെ ഗൗരവം എന്റെ ഉസ്താദിന് അറിയാത്തതല്ല. നാം ഒരാളുടെ പേരിൽ ശിർക്കോ കുഫ്രോ ആരോപിച്ചാൽ അയാൾക്ക് ആ വാദമില്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് അത് മടങ്ങും. പാഠപുസ്തകം കേന്ദ്രം പിശാചിന്റെ സേവയുണ്ട്. അതിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനമാണ് സിഹിർ. സിഹിറിന്റെ പിന്നിൽ പിശാചുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ എങ്ങനെ വന്നു? ഖുർആനിന് കിട്ടി, ഹദീസിന് കിട്ടി, അങ്ങനെയാണ് വന്നത്. അപ്പൊ സിഹിറിന്റെ പിന്നിൽ പിശാചാണ്. പിശാചിനെ കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്തത് സഹായിച്ച് ശിർക്ക് തന്നെ. അതുകൊണ്ട് സിഹിർ പലിക്കുന്ന ശിർക്കായി. അതാണ് മൗലവി വിഭാഗക്കാർ, മുശ്രിക്കുകൾ. സഹോദരങ്ങളെ, ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ്? ഒരു നിഷ്പക്ഷനായ വ്യക്തി ചോദിക്കുകയാണ്. ഞാനും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകളെന്ന്. ഇപ്പോൾ ലയിച്ചതിനു ശേഷം കേന്ദ്രം നേതാവായി മാറിയ സ്ഥിരം കേന്ദ്രം പ്രസിദ്ധീകരണമായ ശബാബിൽ സ്ഥിരം കോളങ്ങൾ കൈകാര്യം ചെയ്യുന്ന അബ്ദുസ്സലാം സുല്ലമി എന്ന കേന്ദ്രം നേതാവ് 2007 മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകളെന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഐക്യപ്പെട്ടല്ലോ, 11 മാസക്കാലം ചർച്ച ചെയ്തല്ലോ. ഈ വിഷയത്തിൽ എന്താണ് തീരുമാനം?